നീന്തൽ പോലും അറിയാത്ത ഒരാളായിരുന്നു. പെട്ടെന്ന് ഡാം തുറന്നിട്ട് വെള്ളം അധികമായിട്ട് ഒഴുകിപ്പോയി. അതിനുശേഷം വെള്ളം ഭയങ്കര പേടിയായിരുന്നു. ഇവിടെ പാലത്തിൻ്റെ മുകളിൽ കൂടെ നടന്നു പോകാൻ പോലും എനിക്ക് വളരെയധികം പേടിയായിരുന്നു. ഭയന്നിരുന്നാൽ നമുക്ക് പറ്റില്ല. ബേബി പൂളിലാണ് ഞാൻ ആദ്യമായിട്ട് ഇറങ്ങുന്നതും എന്നെ സ്വിമ്മിങ് പഠിപ്പിക്കുന്നതും. പക്ഷേ എൻ്റെ കോഴ്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എക്സ്ക്യൂസ് ഉണ്ടായി. 10 ദിവസത്തോളം എനിക്ക് വെള്ളത്തിൽ ആ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. ഞാനും മുമ്പൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ടാങ്ക് എടുത്തിട്ടിട്ട് വെറുതെ ചാടുന്നു അത്രേ ഉള്ളൂ എന്നാണ്. ശരിക്കും നമുക്കിതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 40 മിനിറ്റിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ബ്രീത്ത് ചെയ്യുന്നത് തന്നെ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. കോടിക്കണക്കിന് സ്പീഷീസ് ഭൂമിയിലുള്ളതിനേക്കാൾ കൂടുതൽ കടലിനടിയിലുണ്ട്. കടല് കാണാത്ത കുട്ടിക്കാലത്ത് നിന്ന് കടലാഴങ്ങൾ തൊട്ടറിഞ്ഞ ലിയോണയിലേക്ക് ഇന്ത്യയിലെ ആദ്യത്തെ സർട്ടിഫൈഡ് ഇക്കോളജിക്കൽ ഡൈവറാണ് നമ്മുടെ കൂടെയുള്ളത്. വെൽക്കം ലിയോണ. താങ്ക് യു. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ വലിയ ഒരു കടൽ നീണ്ടു നിവർന്ന് കിടക്കുന്നൊരു ഇതാണ്. അപ്പം ഒരു ഇടുക്കിക്കാര് വേണ്ടി വന്നു ഇങ്ങനെ ഒരു നേട്ടത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. കടലിനോടുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ആണോ ഇങ്ങനെ ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീന്തൽ പോലും അറിയാത്ത ഒരാളായിരുന്നു. കടലിനോടോ അല്ലെങ്കിൽ വെള്ളത്തിനോടോ ഒന്നും വലിയ പ്രണയമൊന്നും ഉള്ള ആളായിരുന്നില്ല. സോ ആക്സിഡൻ്റലി ആയിരുന്നു ഞാൻ സ്കൂബ ഡൈവിങ്ങിലോട്ട് വരാനുണ്ടായ സാഹചര്യം. സോ 2019 ഞങ്ങൾ ആൻഡമാനിൽ ഒരു ഫാമിലി ട്രിപ്പ് പോയിരുന്നു. ആ സമയത്ത് സ്കൂബ ഡൈവിങ് ചെയ്യാൻ ഇടയായി. പിന്നീട് 2022 വീണ്ടും അവിടെ പോയി. അപ്പോഴും സ്കൂബ ഡൈവിങ് ചെയ്തു. ആക്ച്വലി എനിക്ക് വെള്ളം വളരെ പേടിയുള്ള ഒരാളായിരുന്നു. ഞാൻ കുട്ടിക്കാലത്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചെറിയ ഇൻസിഡൻറ്റ് ഉണ്ടായി. അമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ പമ്പാ നദിയുടെ തീരത്താണ് അവരുടെ വീട്. പമ്പാ നദിയിൽ കുളിക്കാൻ ഇറങ്ങുകയും പെട്ടെന്ന് ഡാം തുറന്നിട്ട് വെള്ളം അധികമായിട്ട് ഒഴുകിപ്പോയി കുറേ ദൂരം. അങ്ങനെ വളരെ ഭയപ്പെടുത്തുന്ന ഒരു ഇൻസിഡൻറ്റ് ജീവിതത്തിലുണ്ടായി. അതിനുശേഷം വെള്ളം ഭയങ്കര പേടിയായിരുന്നു. ഈവൻ ഒരു ബക്കറ്റ് വെള്ളം കണ്ടാൽ പോലും ഓടിപ്പോകുന്ന രീതിയിൽ അത്രയധികം വെള്ളം പേടിയായിരുന്നു. അപ്പോൾ ഈ 2ാമത്തെ തവണയും സ്കൂബ ഡൈവിങ് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ചെറിയൊരു താല്പര്യം ഡൈവിങ്ങിൽ വന്നു. അത് വളരെ ഭംഗിയുള്ളൊരു ഡൈവ് സൈറ്റ് ആയിരുന്നു. അപ്പോൾ ഒരു ആഗ്രഹം തോന്നി, നമ്മൾ ഡൈവിങ് പഠിക്കുവാണെങ്കിൽ നമ്മൾക്കും സ്വന്തമായിട്ട് ഡൈവ് ചെയ്യാമല്ലോ, ഒത്തിരി സ്ഥലങ്ങളിൽ പോകാമല്ലോ, അങ്ങനെയുള്ളൊരു ആഗ്രഹം മനസ്സിൽ തോന്നി. പിന്നീട് അതൊരു ചെറിയ പാഷനായിട്ട് ഫീൽ ചെയ്തപ്പോൾ ശരി ഡൈവിങ് പഠിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പോണ്ടിച്ചേരിയിൽ സെറ്റിൽഡാണ്. പോണ്ടിച്ചേരി തിരിച്ചു വന്ന് ഡൈവിങ് പഠിക്കണമെങ്കിൽ സ്വിമ്മിങ് കമ്പൽസറിയാണ്. സോ അങ്ങനെ സ്വിമ്മിങ് പഠിച്ചു. സ്വിമ്മിങ് പഠിച്ച ശേഷം ഞാൻ ഡൈവിങ് പഠിക്കാനായിട്ട് ആദ്യത്തെ കോഴ്സായ ഓപ്പൺ വാട്ടർ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാനായിട്ട് ഗോവയിൽ പോയി. അവിടെ നിന്ന് കോഴ്സ് ചെയ്യുകയും പിന്നീട് തിരിച്ചു വന്ന് പോണ്ടിച്ചേരിയിൽ 2ാമത്തെ കോഴ്സായ അഡ്വാൻസ് ഓപ്പൺ വാട്ടർ ചെയ്തു. പിന്നീട് EFR ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി കെയർ കോഴ്സ് ചെയ്തു. പിന്നീട് ഇത് കൂടാതെ 4 സ്പെഷ്യാലിറ്റി കോഴ്സുകൾ ചെയ്തു. അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി ചെയ്തു. എൻറിച്ച്ഡ് എയർ എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്, അത് ചെയ്തു. പിന്നെ ഡീപ്പ് ഡൈവർ, അതായത് 40 മീറ്റർ വരെ കടലിൽ ആഴത്തിൽ പോകാൻ പറ്റുന്ന ഡീപ്പ് ഡൈവർ കോഴ്സ് ചെയ്തു. പിന്നീട് ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇപ്പോൾ ഓഗസ്റ്റ് 15 ഇക്കോളജിക്കൽ ഡൈവർ എന്ന് പറയുന്ന കോഴ്സ് ചെയ്തത്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ സർട്ടിഫൈഡ് ഇക്കോളജിക്കൽ ഡൈവർ എന്ന ഒരു ടൈറ്റിൽ കിട്ടി. അത് ഇത്രയുമാണ് ഇപ്പം ഡൈവിങ്ങിൽ എത്തി നിൽക്കുന്നത്. ഇപ്പം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു ടേമാണ് സ്കൂബ ഡൈവിങ്. പക്ഷേ ഇക്കോളജിക്കൽ ഡൈവിങ് നമ്മൾ അങ്ങനെ കേട്ട് പരിചയമില്ല. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാരണം സ്കൂബ ഡൈവിങ് നോക്കുമ്പോൾ കുറേ ആയിട്ട് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് അല്ലെങ്കിൽ മറൈൻ വേൾഡ് കാണുക അങ്ങനെയൊക്കെയല്ല. അപ്പം ഇതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇക്കോളജിക്കൽ ഡൈവിങ്ങിനുള്ളത്? ഓക്കെ, അപ്പോൾ അഞ്ജലി പറഞ്ഞ പോലെ തന്നെ സ്കൂബ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ റിക്രിയേഷണൽ ഡൈവിംഗ് ആണ് പ്രധാനമായിട്ടും സ്കൂബ ഡൈവിങ്ങിൽ വരുന്നത്. സാധാരണ സ്കൂബ ഡൈവേഴ്സ് ചെയ്യുന്നത് ഒന്നെങ്കിൽ സ്വന്തമായിട്ട് പോകാം, അല്ലെങ്കിൽ ആളുകളെ കൂട്ടിക്കൊണ്ട് റിക്രിയേഷണൽ പർപ്പസായിട്ട് കൊണ്ടുപോവുക, കടലിലുള്ള വിസ്മയങ്ങൾ കാണിച്ചു കൊടുക്കുക, ഇതൊക്കെയാണ് സാധാരണ ഡൈവേഴ്സ് ചെയ്യുന്നതെങ്കിൽ ഇക്കോളജിക്കൽ ഡൈവർ അത് കുറച്ച് വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കവിടെ നമുക്ക് കുറച്ച് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് തരികയാണ്. നമ്മൾക്ക് ജസ്റ്റ് കാണുക, എൻ്റർടൈൻഡ് ആവുക എന്നതിനപ്പുറം ഒരു ഡൈവർ എന്നുള്ള നിലയിൽ നമ്മൾക്ക് എക്കോളജിയോടുള്ള ഉത്തരവാദിത്വം, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, നമ്മുടെ റോൾ എന്താണ്, നമ്മൾ എങ്ങനെ മറൈൻ ലൈഫിനെയും ഓഷ്യനെയും നമ്മൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. സോ ഇപ്പം പ്രധാനമായിട്ടും കടൽ അല്ലെങ്കിൽ സമുദ്രജീവികൾ നേരിടുന്ന ഭീഷണികൾ എന്തൊക്കെയാണ്, ത്രെഡ്സ് എന്തൊക്കെയാണ്, അതിനെങ്ങനെ നമ്മൾ പ്രിസർവ് ചെയ്യണം, എന്തൊക്കെ രീതിയിൽ നമുക്ക് കൺസർവേഷൻ നടത്താം. ഇപ്പോൾ പ്രത്യേകിച്ച് കോറൽ ബ്ലീച്ചിങ് പോലെ കടൽ വളരെയധികം ഗ്ലോബൽ വാർമിംഗ് കാരണം വളരെയധികം ഭീഷണികൾ കടലും കടൽ ജീവികളും എല്ലാം നേരിടുന്ന ഈ സാഹചര്യത്തിൽ ഒരു ഡൈവർ എന്നുള്ള നിലയിൽ നമ്മളുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ആളുകളുടെ ഇടയിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, കൺസർവേഷൻ, അതുപോലെ ട്രാഷ് റിമൂവൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രതി നമുക്ക് സമുദ്രത്തോട് അല്ലെങ്കിൽ ഭൂമിയോടുള്ള നമ്മളുടെ ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു കോഴ്സാണ്. റാദർ ദാൻ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ്, നമ്മളെ കൂടുതൽ റെസ്പോൺസിബിൾ ആക്കുക, നമ്മളുടെ റോള് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന
ഒരു കോഴ്സാണ് ഇക്കോളജിക്കൽ ഡൈവർ. ഇപ്പം ഇങ്ങനെ മറൈൻ വേൾഡിനെ കുറിച്ച് കുറേ അറിഞ്ഞു. അപ്പോൾ നമ്മുടെ നമ്മുടെ ഈ കരയിലുള്ള പല പല സ്ഥലങ്ങളെ പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആണ് മറൈൻ വേൾഡ്. അപ്പം ഈ ഒരു അക്വാഫോബിക് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അക്വാഫോബിക്കിൽ നിന്ന് മറൈൻ വേൾഡ് അറിഞ്ഞ ഒരാളെന്നുള്ള എന്തായിരുന്നു ആ ഒരു ജേണി? എങ്ങനെയായിരുന്നു ആ പേടി മാറി പിന്നെ ആ കടലിൻ്റെ ആ ഭംഗി ആസ്വദിച്ച് എങ്ങനെയായിരുന്നു ആ ജേണി ഉണ്ടായിരുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ജോലിയായിരുന്നു. ജോലിയല്ല, ഒരു ടാസ്ക് തന്നെയായിരുന്നു ഈ ഭയം മറികടക്കുക എന്നുള്ളത്. കാരണം ഞാൻ അത്രയധികം അക്വാഫോബിക് ആയിരുന്നിട്ട് ഇവൻ തൊടുപുഴ പാലത്തിന്, ഞാൻ പഠിച്ചത് ഇവിടെ ന്യൂമാൻ കോളേജിലാണ്, തൊടുപുഴ പാലത്തിൻ്റെ മുകളിൽ കൂടെ നടന്നു പോകാൻ പോലും എനിക്ക് വളരെയധികം പേടിയായിരുന്നു. സോ അപ്പോൾ സ്വിമ്മിങ് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ജോലിയായിരുന്നു. ആ ഭയം മറികടക്കുക എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ബേബി പൂളിലാണ് ഞാൻ ആദ്യമായിട്ട് ഇറങ്ങുന്നതും എന്നെ സ്വിമ്മിങ് പഠിപ്പിക്കുന്നതും. പക്ഷേ നമുക്ക് ഡൈവിങ്ങിനോടുള്ള ആ ഒരു പാഷൻ, ഡൈവിങ് പഠിക്കണമെങ്കിൽ സ്വിമ്മിങ് പഠിച്ചേ പറ്റുള്ളൂ, അങ്ങനെയുള്ള ആ ഒരു പാഷൻ്റെ പുറത്ത് ഭയന്നിരുന്നാൽ നമുക്ക് പറ്റില്ല, ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് അങ്ങനെ സ്വിമ്മിങ് വളരെ ശ്രമകരമായിട്ട് എപ്പോഴും പേടി തന്നെയായിരുന്നു മനസ്സിൽ. ഈവൻ സ്വിമ്മിങ് പഠിച്ചിട്ട് ഡൈവിങ് പഠിക്കാൻ പോകുമ്പോൾ പോലും കടലും വെള്ളമെല്ലാം സ്റ്റിൽ പേടിയുള്ളൊരവസ്ഥ തന്നെ ആയിരുന്നു. പിന്നീട് അതിനോടൊരു പാഷൻ, ഒരു ഇൻട്രസ്റ്റ് കാരണം പിന്നീട് പതുക്കെ പതുക്കെ നമ്മൾ ഓരോ ഡൈവ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരുന്നു. പിന്നീട് അങ്ങനെ ഇപ്പോൾ ഒരു ഏകദേശം 52 ഡൈവുകളുമായി 4 കോഴ്സുകളെല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് പതുക്കെ നമുക്ക് ഈ മറൈൻ ലൈഫ് കാണുമ്പോൾ അല്ലെങ്കിൽ അതിനുള്ളിലെ കാര്യങ്ങൾ അറിയുമ്പോൾ മറൈൻ ലൈഫ് നേരിടുന്ന ത്രെഡുകൾ എന്തൊക്കെയാണ്, സോ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ നമ്മൾ കൂടുതൽ റെസ്പോൺസിബിൾ ആകും തോറും അതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് കൂടി വന്നു. ഓരോ സൈറ്റിലും ഓരോ സ്ഥലത്തും ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളായിരിക്കും, വ്യത്യസ്തമായ മറൈൻ ലൈഫായിരിക്കും. സോ നമുക്കത് അതിനകത്തുണ്ടാകും നമുക്കൊരു സന്തോഷം, അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ നമ്മളൊരു ഫീല്, അവരെ പറ്റി കൂടുതൽ ഓരോ ഡൈവിലും നമ്മൾ ഓരോ ഫിൻ കിക്കിൽ പോലും നമ്മൾ പുതിയ ഓരോ കാര്യങ്ങൾ അറിയുന്നു, പുതിയ ജീവജാലങ്ങളെ പരിചയപ്പെടുന്നു, പുതിയ കടലിനെ പറ്റി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. സോ ഇങ്ങനെ ആ ഒരു താല്പര്യം, ആ ഒരു പാഷനായിട്ട് മാറിയപ്പോൾ ആ ഒരു ഭയം എന്ന് പറയുന്നൊരു കാര്യത്തിനെ മറികടന്ന് അതിലോട്ട് കൂടുതൽ നമുക്ക് ഇൻവോൾവ് ആകാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഈ ഡൈവിങ്ങിനെ കുറിച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ നല്ല ഭംഗിയുള്ള കടലുകൾ എവിടെയാണ്, നല്ല ബീച്ചസ് എവിടെയാണെന്നൊക്കെ നോക്കുമല്ലോ. അപ്പോൾ ആഗ്രഹം ഉണ്ടാവില്ലേ ഇന്ന സ്ഥലത്ത് എനിക്ക് പോയി ഡൈവ് ചെയ്യണം? അങ്ങനെയുള്ള ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നല്ല പവിഴപ്പുറ്റും മറ്റ് സ്പീഷീസുകളൊക്കെ വളരെ അപൂർവമായിട്ടുള്ള സ്പീഷീസുള്ള കുറേ കടൽ ഭാഗങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യ അല്ലാതെ. അപ്പോൾ അങ്ങനെ ഏത് സ്ഥലത്ത് പോയി എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ആഗ്രഹമുള്ളത്? എനിക്ക് ന്യൂസിലാൻഡിൽ അവിടെ പ്രത്യേകതരം സമുദ്ര സസ്യങ്ങളുണ്ട്, വളരെ ഹൈറ്റിലുള്ള ഒരു സസ്യങ്ങളുള്ള ഒരു ഏരിയയുണ്ട്. ന്യൂസിലാൻഡിൽ അവിടെ ഒന്ന് ഡൈവ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഓസ്ട്രേലിയ, പിന്നെ ബാലി, പിന്നെ നമ്മളുടെ സൗത്ത് ഏഷ്യയിൽ തന്നെ മാൽദീവ്സ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈയിടെയായിട്ട് ലക്ഷദ്വീപിനെ കുറിച്ച് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ പിന്നെ ലക്ഷദ്വീപിനെ കുറിച്ച് ഒരുപാട് പേര് അപ്പം നമ്മൾ എപ്പോഴും ഹിഡൻ ആയി കിടക്കുന്ന ഇന്ത്യയുടെ ഒരു ഭാഗമാണ്, മീൻസ് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത അല്ലെങ്കിൽ ഭംഗിയില്ല. അപ്പം ലക്ഷദ്വീപിനെ കുറിച്ച് ഒരു മറൈൻ എക്സ്പ്ലോറർ എന്നുള്ള നിലയിൽ എന്താണ് ലക്ഷദ്വീപിനെ കുറിച്ച് പറയാനുള്ളത്? ഓക്കെ, പറഞ്ഞ പോലെ തന്നെ ലക്ഷദ്വീപ് നമുക്ക് വളരെ ഈസിലി അക്സസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു. കാരണം ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അവിടെ പോകണമെങ്കിൽ നമുക്ക് പോലീസ് ക്ലിയറൻസ് വേണം, പെർമിറ്റ് എടുക്കണം, പെർമിറ്റിനുള്ളിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുക. സോ ഇപ്പോൾ റീസെൻ്റ്ലി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷമാണ് ലക്ഷദ്വീപിന് കുറച്ചുകൂടി ഒരു പബ്ലിസിറ്റി കിട്ടുകയും കൂടുതൽ ആളുകൾ ലക്ഷദ്വീപ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയും ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും നല്ല ഡൈവ് സൈറ്റുകളിൽ, അല്ലെങ്കിൽ ഇപ്പോഴും ഏറ്റവും ഹെൽത്തി കോറൽസ് ഉള്ള, അല്ലെങ്കിൽ അധികം പൊല്യൂട്ടഡ് ആവാത്ത ഇന്ത്യയുടെ ഒരു ഭാഗമാണ്. അത് അധികം ആളുകൾ വരാത്തത് കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും പറഞ്ഞ പോലെ നമുക്ക് ലക്ഷദ്വീപിനെ ഒരു 10 വർഷം കഴിയുമ്പോൾ നമുക്ക് ഈ ഇന്നത്തെ രീതിയിൽ കാണാൻ പറ്റില്ല. ചിലപ്പോൾ കടൽ മുഴുവൻ പ്ലാസ്റ്റിക് ആയിരിക്കാം, വേസ്റ്റ് ആയിരിക്കാം. പക്ഷേ വളരെ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിട്ടുള്ള ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിനെക്കാട്ടും കൂടുതൽ ആക്സസിബിൾ ലക്ഷദ്വീപ് അല്ലേ? ആൻഡമാൻ കുറച്ചും കൂടി നമുക്ക് അക്സസിബിൾ. ഇതിന് ഇത്രയും ഫോർമാലിറ്റീസ് ഇല്ല നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. നമുക്ക് ജസ്റ്റ് ടിക്കറ്റ് എടുത്താൽ നമുക്ക് പോകാം. പക്ഷേ ആൻഡമാനിലും മറൈൻ ലൈഫ് വളരെ റിച്ച് ആണ്. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ കോറൽ ബീച്ചിങ്ങിൻ്റെ വളരെയധികം ഒരു ഇമ്പാക്റ്റ് ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. അല്ല, കമ്പാരിറ്റീവ്ലി ആൻഡമാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലക്ഷദ്വീപ് വേറെ ഒരു ലെവൽ തന്നെയാണ്. കാരണം നമുക്കത് ഇന്ത്യയിലെ മറ്റൊരു സ്ഥലങ്ങളുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത്ര മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടോ? തീർച്ചയായിട്ടും ലക്ഷദ്വീപിലാണ് ഇപ്പോൾ ഞാൻ കോഴ്സ് ചെയ്തത്. അതിന് മുമ്പ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഓപ്പൺ വാട്ടർ കോഴ്സ് ചെയ്തിരുന്നു. സോ ലക്ഷദ്വീപിൽ എൻ്റെ സാറ് സിക്കന്ദർ ഹുസൈൻ, അദ്ദേഹം എൻ്റെ ഇൻസ്ട്രക്ടർ ആൻഡ് മെൻറ്റർ.
സോ അദ്ദേഹമാണ് എനിക്ക് ഈ കോഴ്സ് സജസ്റ്റ് ചെയ്തതും. ഇപ്പോൾ ഞാൻ ലക്ഷദ്വീപിൽ കഴിഞ്ഞ ആഴ്ച ലക്ഷദ്വീപിൽ നിന്ന് വന്നതേ ഉള്ളൂ, 10 ദിവസം അവിടെ ആയിരുന്നു. സോ ഒരുപാട് ഡൈവ് സൈറ്റുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അവിടുത്തെ മറൈൻ ലൈഫ് ഭയങ്കര റിച്ച് ആണ്, നമുക്ക് എവിടെ നോക്കിയാലും ഒരു ഡൈവ് സൈറ്റ് ആണെന്ന് പറയാം. അതുപോലെ കോറൽ ലൈഫ് ഉണ്ട്, ഫിഷ് ലൈഫ് ഉണ്ട്, സോ മറ്റ് ജീവജാലങ്ങളുണ്ട്. സോ വളരെ മനോഹരമായിട്ടുള്ള നമ്മൾ മാൽദീവ്സിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ, സോ അതുപോലെ തന്നെ അല്ലെ മാൽദീവ്സിനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മറൈൻ ലൈഫ് ആൻഡ് ഓഷ്യൻ ലൈഫാണ് ലക്ഷദ്വീപിലുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ഒരുപാട് കടൽ തീരങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സംശയമായിരിക്കും, ഒരുപാട് കടൽ തീരങ്ങളില്ലേ, അപ്പം ഇവിടെയൊക്കെ ഡൈവിങ് ചെയ്തുകൂടെ? അപ്പോൾ അത് പലർക്കും അറിയലുണ്ടാവില്ല, ഇതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, ഇതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് ഈ ഒരു ഡൈവിംഗ് എന്നുള്ളതിലെ ഒരു ബീച്ച് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കടലിൻ്റെ ഭാഗം തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡങ്ങളായിട്ട് വരുന്നത്? നമുക്കിപ്പം ഡൈവ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും, നമ്മളിപ്പോൾ സർട്ടിഫൈഡ് ആണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഡൈവ് ചെയ്യാം. നമുക്ക് പിന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ പെർമിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോർമാലിറ്റീസ് സാധാരണ ഉണ്ടാവും. പിന്നെ നമ്മൾ ബീച്ചുകളിൽ ഡൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഒരു ബീച്ചുകളെ സംബന്ധിച്ച് കൂടുതലും പ്ലാസ്റ്റിക് ഉണ്ടാകും, അഴുക്കുണ്ടാകും. സോ ബീച്ചുകളിലല്ല നമ്മൾ സാധാരണ, ഇപ്പോൾ ലക്ഷദ്വീപിൽ മാത്രമാണ് ഞാൻ ബീച്ച് ഡൈവ് ചെയ്തിട്ടുള്ളത്. ആൻഡമാനിലും ചെയ്തിരുന്നു, പക്ഷേ വെള്ളത്തിന് അത്ര ക്ലാരിറ്റി ചെയ്യാനുള്ള കാര്യങ്ങളില്ല. സോ ലക്ഷദ്വീപിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഷോറിൽ നിന്ന് പോലും നമുക്ക് ഡൈവ് ചെയ്യാം, അത്രയധികം വിസിബിലിറ്റി വെള്ളത്തിനുണ്ട്. ബീച്ചിൽ നമ്മൾ സാധാരണ ഡൈവ് ചെയ്യില്ല, നമ്മൾ ബൈ ബോട്ട് പോയിട്ട് ആണ് നമ്മൾ ഏതെങ്കിലും ഡൈവ് സൈറ്റ്, പർട്ടിക്കുലർ ഡൈവ് സൈറ്റ് ഉണ്ട്. അപ്പോൾ പോണ്ടിച്ചേരിയിലാണെങ്കിൽ അവിടെ പർട്ടിക്കുലർ ഡൈവ് സൈറ്റ് ഉണ്ട്, അതായത് അവിടെ ആർട്ടിഫിഷ്യലി മെയ്ഡ് ഡൈവ് സൈറ്റാണ്, ഓലയൊക്കെ വെച്ചിട്ട്. സോ അവിടെ ഇപ്പം എക്കോളജിക്കലി നോർമലി ഒരു മറൈൻ ലൈഫ് അവിടെ ഫോം ആകും. ഇപ്പോൾ എന്തെങ്കിലും ഇലകളോ കമ്പുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ചുറ്റി കുറേ സസ്യ മീനുകൾ വരും, അങ്ങനെ അവിടെ ഒരു എക്കോസിസ്റ്റം അവിടെ ഫോം ആകും. അങ്ങനെയുള്ള സൈറ്റുകളാണ് ഇന്ത്യയിൽ കൂടുതൽ സ്ഥലങ്ങളിലും ഉള്ളത്. നമുക്ക് മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഡൈവ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡൈവ് സെൻറ്ററിൽ വരിക. സോ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ സ്കൂബ ഡൈവേഴ്സ് അവിടെ കൂട്ടിക്കൊണ്ട് പോകും. ഇപ്പം നമ്മൾക്കെന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് ഡൈവേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഇൻ്റർനാഷണലി ലോകത്ത് എവിടെ വേണമെങ്കിലും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് തന്നെ ഡൈവ് ചെയ്യാനുള്ള സർട്ടിഫിക്കേഷനാണ് നമുക്ക് ലഭിക്കുന്നത്. സോ അപ്പോൾ അതാണ് നമുക്ക് പ്രധാനമായിട്ടും. പിന്നെ നമ്മൾക്ക് വരുന്ന റെസ്പോൺസിബിലിറ്റീസ്, ഇത് ചുമ്മാ ഞാനും മുമ്പൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഒരു ടാങ്ക് എടുത്തിട്ട് വെറുതെ ചാടുന്നു അത്രയേ ഉള്ളൂ എന്നാണ്. ശരിക്കും നമുക്കിതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് ഫിസിയോളജി പഠിക്കാനുണ്ട്, ഫിസിക്സൊക്കെ വരുന്നുണ്ട്, തിയറീസ് ഒരുപാട് വരുന്നുണ്ട്. സോ നമ്മൾ മറ്റെന്തൊരു കാര്യം ചെയ്യുന്നത് പോലെ തന്നെ ഇതും വളരെയധികം റെസ്പോൺസിബിലിറ്റീസും നമുക്ക് തരുന്ന ഒരു കോഴ്സ് തന്നെയാണ്. നമുക്ക് എക്സാം ഉണ്ട്, പ്രാക്ടിക്കൽസ് ഉണ്ട്. സോ ഓരോ കോഴ്സിനും ഒരു ഡ്യൂറേഷൻ ഉണ്ടാവും, ഇത്ര കോഴ്സ് എക്സാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടാണ് ഇറങ്ങുന്നത്. പ്രഷർ പോയിന്റ് ഭയങ്കര ലോ ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഈ സ്കൂബ ഡൈവിംഗ് വെച്ചാൽ അത്രയും കടലിൻ്റെ ആഴത്തിലോട്ട് പോകുന്നില്ല. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഫിസിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ഡൈവിംഗ് ചെയ്യുന്ന സമയത്ത്, ആദ്യത്തെ സമയങ്ങളിൽ? ഓക്കെ. സോ ഞാൻ ഫസ്റ്റ് ഇപ്പോൾ ചോദിച്ചപ്പോൾ ഇത് പ്രഷർ കുറയല്ല, ആക്ച്വലി കടലിൽ ഓരോ 10 മീറ്ററിലും പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ 1 ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 10 മീറ്ററിൽ, ആദ്യത്തെ 10 മീറ്ററിൽ അത് ഡബിളാകും, 2 ആകും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നതിൻ്റെ നേരെ ഇരട്ടി പ്രഷറായിരിക്കും. അപ്പോൾ നമുക്കുണ്ടാകാൻ കുറേ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലൈക്ക് നമുക്ക് സ്ക്യൂസ് ഉണ്ടാവുക, ഇയർ സ്ക്യൂസ് ഉണ്ടാവുക, നോസ് സ്ക്യൂസസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ചെവിക്ക് ഇയർ സ്ക്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെവിക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. സോ മോസ്റ്റ്ലി ഫസ്റ്റ് ടൈം സ്കൂബ ഡൈവിങ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ്. സോ ഞാൻ ഫസ്റ്റ് എൻ്റെ കോഴ്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇയർ സ്ക്യൂസ് ഉണ്ടായി. 10 ദിവസത്തോളം എനിക്ക് വെള്ളത്തിന് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. പിന്നീട് അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ഫിസിക്കൽ ഇഞ്ചുറീസ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, സോ ബട്ട് ആസ് എ സർട്ടിഫൈഡ് ഡൈവർ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് മുമ്പോട്ട് നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് വളരെയധികം ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. നമ്മളുടെ സേഫ്റ്റി നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. സോ നമ്മളിപ്പോൾ ഒരാൾ കൊണ്ടുപോകുമ്പോൾ നമുക്കൊന്നും അറിയണ്ട, ജസ്റ്റ് പോയി എൻജോയ് ചെയ്യുക, കാണുക, തിരിച്ചു വരിക. പക്ഷേ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഡൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സർട്ടിഫൈഡ് ഡൈവറായിട്ട് ഡൈവ് ചെയ്യുമ്പോൾ നമ്മൾക്കുള്ള ഉത്തരവാദിത്തങ്ങൾ വളരെയധികം വലുതാണ്. സോ ഓരോ 10 മീറ്ററിൽ പറഞ്ഞ പോലെ പ്രഷർ 1 ബാർ വെച്ച് കൂടി വരും. സോ 40 മീറ്ററിലൊക്കെ എത്തുമ്പോഴത്തേക്കും നല്ല പ്രഷറായിരിക്കും. ഫീൽ ചെയ്യുകയെന്ന് ചോദിച്ചില്ലേ? സോ ശരിക്കും നമുക്ക് പ്രഷറല്ല ഫീൽ ചെയ്യുക. ഇപ്പം നമ്മൾ ടാങ്കിൽ എയർ കൊണ്ടുപോകുന്നുണ്ട്, നമ്മുടെ ടാങ്കിലുള്ള എയർ പ്രഷർ കൂടുന്നതനുസരിച്ച് എയർ അത് സ്ക്യൂസായിട്ട് വരും. സോ അപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ 40 മീറ്ററിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ബ്രീത്ത് ചെയ്യുന്നത് തന്നെ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. സോ നമുക്ക് ഒരു ഭയങ്കര വലിയ ഡിഫറൻസ്, നമ്മൾ വളരെ ഹാർഡായിട്ട് വേണം ബ്രീത്ത് ചെയ്യാനായിട്ട് എയർ വലിച്ചെടുക്കുന്നത്. സോ അത് നമുക്കൊരു പ്രത്യേകതരം എക്സ്പീരിയൻസ് തന്നെയാണ്. അതെ, അതിലൂടെ നമ്മൾ സ്പിൻ ചെയ്ത് നിൽക്കുക. നമ്മൾ കൈ യൂസ് ചെയ്യില്ല സ്കൂബ ഡൈവിങ്ങിൽ, കാല് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. സോ അത് ഒരു
വളരെ ചലഞ്ചിങ് ആസ് വെൽ ആസ് ആൻ എൻ്റർടൈൻ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പ്രകൃതി സംരക്ഷണമൊക്കെ ആയിട്ട് പറയുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ പ്രകൃതിയിലെ വേസ്റ്റുകൾ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ കടൽ അല്ല, ഒരു ഓഷൻ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് അധികം ആരും ചർച്ച ചെയ്യില്ല. ഇപ്പം നമ്മുടെ ഭൂമിയിൽ കരയിലുള്ള അത്രത്തോളം അല്ലെങ്കിൽ അധികം ജീവികളുള്ള സ്ഥലമാണ് കടൽ. അപ്പം എങ്ങനെയാണ് ആ ഒരു ലോകം, മറൈൻ വേൾഡിലെ ആ ലോകം, അവിടുത്തെ വേസ്റ്റ് മാനേജിനെ കുറിച്ചൊക്കെ കൂടുതൽ പഠിച്ചപ്പോൾ എങ്ങനെയാണ് തോന്നിയത്? സോ ഞാനും ഇതിനെപ്പറ്റി വളരെയധികം അവെയർ അല്ലായിരുന്നു. പൊല്യൂഷൻ ഉണ്ടെങ്കിലും ഈ കോഴ്സ് ചെയ്തപ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി അറിയാനായിട്ട് സാധിച്ചത്. അതായത് നമ്മളുടെ ഒരു കടലിലെ വെള്ളത്തിൻ്റെ ഒരു ആവറേജ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ സമുദ്രത്തിലെ ജീവികൾക്ക് താങ്ങാൻ സാധിക്കുന്ന ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 32 ഡിഗ്രിയാണ്. ഇപ്പോൾ നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് മൂലം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സമുദ്രം മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള വാതകങ്ങൾ കൂടുതൽ ആഗിരണം ചെയ്യുകയും അതുവഴി ഗ്ലോബൽ വാർമിംഗ് ഒരു പരിധിവരെ കുറയ്ക്കാൻ, അതിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും സമുദ്രം ആഗിരണം ചെയ്യുന്നത് വഴി സമുദ്രത്തെയും സമുദ്രത്തിലെ ജീവികളെയും, കോറൽസ് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് മീൻ ഉൾപ്പെടുന്ന മറ്റ് ജീവികൾ ഉൾപ്പെടുന്ന ഇത്രയും വളരെ കോടിക്കണക്കിന് സ്പീഷീസ് ഭൂമിയിലുള്ളതിനേക്കാൾ കൂടുതൽ കടലിനടിയിലുണ്ട്. സോ ജീവനുണ്ടെന്ന് തോന്നിക്കുക പോലും ചെയ്യാത്ത ഒരുപാട് ജീവികൾ ഉൾപ്പെടുന്ന ഒരു വലിയ ജീവസമൂഹമാണ് സമുദ്രത്തിലുള്ളത്. സോ അതിന് ഈ 32 ഡിഗ്രിയിൽ കൂടുതൽ ചൂട് കൂടിയാൽ പവിഴപ്പുറ്റുകൾ നശിക്കുന്നു. അതായത് കോറൽ ബ്ലീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകുന്നു. അതായത് കോറൽസിൻ്റെ കളറ് പോയി അത് വൈറ്റ് കളറാവുന്ന ഒരു പ്രതിഭാസത്തിനാണ് കോറൽ ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഈ പവിഴപ്പുറ്റുകൾക്കുള്ളിൽ ജീവിക്കുന്ന സൂസാന്തല എന്ന് പറയുന്ന വളരെ ടൈനി ആയിട്ടുള്ള നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വളരെ ചെറിയ ഒരു ജീവികളുണ്ട്. അവരാണ് ഈ കോറൽസ് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളിന്ന് ഭൂമിയിൽ ശ്വസിക്കുന്ന 50% ഓക്സിജൻ നമുക്ക് വരുന്നത് കടലിൽ നിന്നാണ്. വളരെ നമുക്ക് അധികം ആളുകൾക്കും അറിയില്ലാത്തൊരു കാര്യമാണ്. കടലിലെ പവിഴപ്പുറ്റുകളും മറ്റ് സസ്യജാലങ്ങളും എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന വായുവാണ്, ഓക്സിജനാണ് നമ്മളൊരു പരിധിയിൽ കൂടുതൽ. നമ്മളെപ്പോഴും മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പ്രകൃതി സംരക്ഷിക്കുക എന്ന് പറയും. പ്രകൃതിയുടെ കൂടെയുള്ളതാണ് ഈ കടൽ എന്നുള്ളത്. അതെ, എപ്പോഴും നമ്മൾക്ക് കടലിന് സംഭവിച്ചാൽ നമുക്ക് എന്താണ്, കടലിനല്ലേ, അതാണ് നമുക്ക് എപ്പോഴും ജനറലി വരുന്ന ഒരു ഇപ്പൊ കടലിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും പൊതുവെ ആരും അത് എല്ലാവരും അവഗണിച്ചു വിടുന്നൊരു വിഷയമാണ്. അത് കടലിലല്ലേ നടക്കുന്നത്, നമുക്ക് എന്താണെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ കടലില്ലെങ്കിൽ നമ്മളില്ല, കടൽ ജീവികളില്ലെങ്കിൽ നമ്മളില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് 2016 മുതൽ കോറൽ ബ്ലീച്ചിങ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള മറൈൻ ലൈഫും ഇത് അഫക്റ്റഡ് ആകും. ഇത് മറൈൻ ലൈഫ് അഫക്റ്റഡ് ആവുന്നത് മാത്രമല്ല, കടലിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഭൂമിയിലുള്ള 60% ആളുകൾ. അത് ജോലിക്കായിക്കോട്ടെ അങ്ങനെയുള്ള വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഭൂമിയിലെ 60% ആളുകൾ സമുദ്രത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സമുദ്രത്തിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം പോലും ഭൂമിയെ മൊത്തത്തിൽ, ജീവജാലങ്ങളെ, മനുഷ്യരെ എല്ലാവരെയും വളരെ കാര്യമായിട്ട് ബാധിക്കുകയും നമ്മളിത് വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതേപോലെ ക്ലോറൽ ബ്ലീച്ചിങ് മാത്രമല്ല, സോ ക്ലോറൽ ബ്ലീച്ച് ആകുമ്പോൾ അതിനകത്തുള്ള ജീവികൾ മരിച്ചു പോകുന്നു. ടെമ്പറേച്ചർ സഹിക്കാൻ വയ്യാതെ അവർ മരിച്ചു പോവുകയും അതിനുശേഷം ക്ലോറൽ പിന്നീട് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വന്നാൽ ഇത്രയും അധികം ജീവികൾ നശിക്കുന്നത് വഴി അത്രയും അധികം ഓക്സിജൻ്റെ അളവ് കുറയുന്നു. പിന്നീട് അന്തരീക്ഷത്തിൻ്റെ താപനില നോർമലായി, വെള്ളം നോർമലായിട്ട് വരുന്നില്ല എങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഡിസ്ട്രക്ഷനും കാരണമാകുന്നു. അതുപോലെ ചൂട് കൂടുന്നതനുസരിച്ച് ഐസ് ഗ്ലേഷ്യേഴ്സ് ഉരുകുന്നു. അങ്ങനെ ഉരുകിയല്ല ഇപ്പോഴത്തെ നിലയനുസരിച്ച് 50 വർഷത്തിനുള്ളിൽ ഏകദേശം 1.5 അടിയോളം കടൽ ജലനിരപ്പ് കൂടുമെന്നാണ് പറയുന്നത്. 1.5 അടിയോളം ഇപ്പോഴത്തെ നമ്മുടെ നിലയിൽ ജലനിരപ്പ് കൂടിയാൽ നമ്മുടെ എത്രയധികം ഭൂഭാഗങ്ങൾ ഇല്ലാതാകും, എത്രയോ മനുഷ്യരുടെ ലിവിങ് ഇല്ലാതാകും. കടലിൽ മാത്രമല്ല, ഇത് ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കാൻ പോകുന്നത് മനുഷ്യരെയും ഭൂമിയെയും നമ്മുടെ ജീവജാലങ്ങളെയുമാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ ഒരുപക്ഷെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ടാണ് നമ്മളുടെ പ്രകൃതി പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കടൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വേസ്റ്റ് ട്രാഷിനെ പറ്റി ചോദിച്ചു. സോ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ മറ്റ് ജീവജാലങ്ങളുടെ ത്രെട്ട് അത് വളരെ ചെറിയൊരു ജീവസമൂഹത്തെ മാത്രം ബാധിക്കുന്നതായിരിക്കാം. പക്ഷേ മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് മാത്രം ഒരു മിനിറ്റിൽ 1 ട്രക്ക് പ്ലാസ്റ്റിക് എന്ന കണക്കിൽ മില്യൺ കണക്കിന് പ്ലാസ്റ്റിക്, സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കാണ് നമ്മൾ ഓരോ നിമിഷവും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു മാക്സിമം ആവറേജ് 15 മിനിറ്റത്തെ യൂസിന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്ലാസ്റ്റിക്കുകൾ ഇതെല്ലാം ഫൈനലി ചെന്ന് ചേരുന്നത് കടലിലാണ്. സോ ഇത് കടലിലുള്ള ജീവജാലങ്ങളെ ബാധിക്കുന്നു, കോറൽസിനെ ബാധിക്കുന്നു, മറൈൻ ലൈഫിനെ ബാധിക്കുന്നു. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ബാധിക്കാൻ പോകുന്നത് നമ്മളെ ഓരോരുത്തരെയും തന്നെയാണ്. മറൈൻ വേൾഡ് പോലെ തന്നെ ലിയോണയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 ആൾക്കാരാണ് 2 സൈഡായിരിക്കുന്നത്. അപ്പോൾ ലിയോണ തന്നെ പരിചയപ്പെടുത്താം, ആരാണ് ഈ 2 പേരെന്ന്? ഓക്കെ, സോ ഫസ്റ്റ് എൻ്റെ ഹസ്ബൻഡ് പേര് സോളെ രാജൻ.
വീട് മധുരയിലാണ്. ഞങ്ങൾ പോണ്ടിശ്ശേരി സെറ്റിൽഡാണ്. സോ ബാർക്ക് ഇന്ത്യയുടെ ഫൗണ്ടർ ഇദ്ദേഹമാണ്. സോളയാണ് ബാർക്ക് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത്. സോ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ അനിമൽ വെൽഫെയറിലാണ് കൂടുതലും. പുള്ളി മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറിലാണ്. പിന്നെ ഒരു US ഒരു കമ്പനിയിൽ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു പാഷനായിരുന്നു ബാർക്ക് ഇന്ത്യ. അതേപോലെ തന്നെ ഒരു മൃഗസ്നേഹിയാണ്. സോ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഒരു സപ്പോർട്ടാണ് ഹസ്ബൻഡ്. രണ്ടുപേരുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബാർക്ക് ഇന്ത്യ, അതുപോലെ തന്നെ മൃഗങ്ങളും. എങ്ങനെയായിരുന്നു ആ ഒരു കണ്ടുമുട്ടലും? ആ മൃഗങ്ങളിൽ നിന്നുള്ള ഒരു സ്പാർക്ക് തന്നെയാണോ ജീവിത സഖിയാക്കാനുള്ളൊരു കാരണമായി മാറിയത്? ശരിക്കും അങ്ങനെയാണ്. ഞങ്ങൾ ആദ്യം പരിചയപ്പെട്ടത് ഈ ആനിമൽ വെൽഫെയറിൻ്റെ കൂടെയാണ് പരിചയപ്പെട്ടത്. സെപ്റ്റംബർ 28 ഞങ്ങൾ കണ്ടുമുട്ടിയത്. സോ അന്നാണ് ഞങ്ങൾ പ്രപ്പോസ് ചെയ്തതും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും. അന്ന് ഇവൾ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു കാര്യം, നമ്മൾ ഫ്യൂച്ചറിൽ ഒരു ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻ തുടങ്ങണം ഒരു ഇത് ഉണ്ടായിരുന്നു. സോ അപ്പോൾ അന്നെടുത്ത 2013 സെപ്റ്റംബർ 28 എടുത്ത തീരുമാനമാണ് ഇന്ന് ഈ ഒരു സാധ്യത്തിൽ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. സോ ഇപ്പോൾ അതിനുശേഷം ഡൈവിന് ഈ ഫീൽഡിലോട്ട് വരുമ്പോഴത്തേക്ക് വെള്ളം കുറേ പേടിയുണ്ടായിരുന്നു. ഈ ഫീൽഡിലോട്ട് വന്ന് ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് ഇത്രയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. സോ അതിന് ഇവളുടെ ഒരു സെൽഫ് കോൺഫിഡൻസും ഇവളെടുത്ത എഫേർട്ടാണ് ഇത് എല്ലാത്തിനെയും കാരണം. പിന്നെ ഇദ്ദേഹം മിസ്റ്റർ സിക്കന്ദർ ഹുസൈൻ ലക്ഷദ്വീപുകാരനാണ്. ഇദ്ദേഹമാണ് എൻ്റെ മെൻറ്റർ ആൻഡ് ഇൻസ്ട്രക്ടർ ഇൻ സ്കൂബ ഡൈവിങ്. സോ എന്നെ ഡൈവിങ്ങിൻ്റെ ഒരു ലോകത്തോട്ട് കൊണ്ടുവന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുകയും കറക്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്തതിപ്പോൾ ഈ ഇക്കോളജിക്കൽ ഡൈവർ എന്ന് പറയുന്ന കോഴ്സ് ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ ചെയ്തത്. രണ്ടുപേരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ശരിക്കും എനിക്ക് ഇപ്പോൾ ഡൈവിങ്ങിൽ പേഴ്സണൽ ലൈഫിലും ഇത്രയൊരു അച്ചീവ്മെൻറ്റ്സ് നേടാനായിട്ട് സാധിച്ചത്. പണ്ട് അക്വഫോബിക് ആയിട്ടുള്ള ആളെ ഒരു ഡൈവിംഗ് എന്നുള്ളൊരു ഇതിലേക്ക് മാറ്റിയെടുക്കാൻ എങ്ങനെയായിരുന്നു ആ ശിക്ഷ? എങ്ങനെയുണ്ടായിരുന്നു ലിയോണ എന്നുള്ളൊരു ഡൈവിങ് ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെയാണ്? പക്ഷെ ഞാൻ പരിചയപ്പെടുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു സ്റ്റേജ് ആക്ച്വലി അവർ ഓവർകം ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൈവിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡൈവിങ് തുടങ്ങിയത് 95 വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് വർക്ക് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് ലക്ഷദ്വീപാണ്, ബംഗാരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഒരു അൺഇൻഹാബിറ്റഡ് ഐലൻഡാണ്. വെറും ടൂറിസ്റ്റും സ്റ്റാഫും മാത്രം സ്റ്റേ ചെയ്യുന്ന ഒരു ഐലൻഡാണ്. അത് അന്ന് ഇന്ത്യയിൽ തന്നെ ഒരു എക്സ്പെൻസീവ് ഹോട്ടലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സ്റ്റാർ ഇല്ലെങ്കിലും റേറ്റ് കൂടുതലായിരുന്നു. പക്ഷേ അവിടെ ഫോറിനേഴ്സ് പെർമിറ്റ് ചെയ്തിരുന്നത് ലക്ഷദ്വീപിൽ ആ റിസോർട്ട് മാത്രമായിരുന്നു. അപ്പോൾ ഇന്ത്യക്കാരും വരുന്നുണ്ടെങ്കിലും ഫോറിനേഴ്സാണ് നമ്മുടെ നേച്ചർ എൻജോയ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യക്കാർ പൈസ ഉണ്ടായിട്ട് പോലും പേടി കാരണം ആൾക്കാർ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അന്ന് മുതൽ തന്നെ ഞാൻ ആദ്യം സ്നോക്ലിങ്ങും ഇതിങ്ങനെ ഇന്ത്യയിലെ കുറേ ആൾക്കാർ ആ പേടി മാറ്റാൻ കൂടുതൽ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിരുന്നു. പക്ഷേ ലിയോണിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സ്റ്റേജിലല്ലായിരുന്നു. ലിയോൺ ഓൾറെഡി കുറേ ഡൈവ് ചെയ്തത് കൊണ്ട് ആ സ്റ്റേജിലായിരുന്നു. പക്ഷേ ഡൈവിങ്ങിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ലിയോണയിലെ ഓരോ സ്റ്റുഡൻസ് നമ്മൾ ഒരു കോഴ്സ് സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ്. അപ്പോൾ ലിയോണ ബേസിക്കലി ഒരു ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആളാണ്. പിന്നെ ഈ കോഴ്സും ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ഫോട്ടോഗ്രാഫിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയാണ് കുറച്ചും കൂടി ആൾക്കാർ ഭയങ്കര ജീവികളൊക്കെ കാണാം. അപ്പം എങ്ങനെയായിരുന്നു ഈ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിയിലോട്ട് എത്തിപ്പെട്ടത്? ആ ഒരു മറൈൻ വേൾഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. ഫോട്ടോഗ്രാഫി എനിക്ക് ഓൾറെഡി വളരെ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റാണ്. സോ ഞാൻ ഓൾറെഡി ഫോട്ടോഗ്രാഫർ പ്രൊഫഷണൽ അല്ല, ഫോട്ടോഗ്രാഫി പഠിച്ചിട്ടൊന്നുമില്ല. എന്നാലും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ബർത്ത്ഡേക്ക് ഒരു ക്യാമറ വാങ്ങി തന്നിരുന്നു. സോ അത് വെച്ചിട്ട് കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫി ഒരു ഹോബി അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം തന്നെയായിരുന്നു. സോ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് പാടി പ്രൊഫഷണൽ അസോസിയേഷൻ ഓഫ് ഡൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സ് പാടി ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സായിരുന്നു. സോ ഞാനത് ചെയ്തത് ആൻഡമാനിലാണ്. എൻ്റെ സുഹൃത്തും ഇൻസ്ട്രക്ടറുമായിട്ടുള്ള അജയുടെ കീഴിലായിരുന്നു ഞാൻ ആ കോഴ്സ് ചെയ്തത്. സോ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മറൈൻ ലൈഫിനെ തന്നെയാണ്. സോ വാട്ട് എവർ വി ആർ സീയിങ് അണ്ടർ വാട്ടർ ഈസ് ഡെഫിനറ്റ്ലി എ മാറ്റർ ഓഫ് ഫോട്ടോഗ്രാഫി. സോ നമുക്ക് കാണുന്നത് ഏതും വെള്ളത്തിനടിയിലുള്ള തീർച്ചയായിട്ടും ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന തന്നെ ഒരു കാഴ്ച തന്നെയാണ്. പിന്നെ പലർക്കും വെളിയിൽ ഇപ്പോൾ ഡൈവ് ചെയ്യാത്ത അല്ലെങ്കിൽ വെള്ളം പേടിയായിട്ടുള്ള ആളുകൾക്ക് പൊതുവേ അറിയില്ല എന്താണ് വെള്ളത്തിനടിയിൽ, നിങ്ങൾ എന്താണ് കാണുന്നതെന്നൊക്കെ ചോദിക്കും. എങ്ങനെയാണ് കടലിനടിയിൽ നിങ്ങൾ എന്താ കാണുന്നതെന്നൊക്കെ ആൾക്കാർ ചോദിക്കും. സോ ഡെഫിനറ്റ്ലി അതുപോലെ നമ്മൾ പുതിയ ഓരോരോ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഓരോ ഡൈവിലും നമ്മൾ ഓരോ പുതിയ സ്പീഷീസിനെ കാണും, അല്ലെ ഓരോ സൈറ്റിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള മറൈൻ ലൈഫ് എക്കോസിസ്റ്റം ആയിരിക്കും അവിടെ ഉണ്ടാവുക. സോ അതെല്ലാം നമ്മൾ ക്യാമറയിൽ പകർത്തുക,
മറ്റുള്ളവർക്ക് കാണാനൊരു അവസരം കൊടുക്കുക, ഇതെല്ലാം വളരെ എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. എനിക്കൊന്ന് ഭൂമിയേക്കാളും കളർഫുൾ ആണ് അണ്ടർ വാട്ടർ തോന്നുന്നു. ഒരുപാട് സ്പീഷീസ്, കളർഫുൾ ആയിട്ടുള്ള സ്പീഷീസ് ഉള്ളതുകൊണ്ട് ഫോട്ടോസ് കൂടുതൽ ഭംഗി ആയിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ ഈ നമുക്ക് വെള്ളം, കടലിലെ വെള്ളം കളേഴ്സ് അബ്സോർബ് ചെയ്യും. അതായത് നമ്മളൊരു 10 മീറ്ററിലൊക്കെ താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒരു ബ്ലാക്കിഷ് ആയിട്ടാണ് നമുക്ക് പിന്നീട് മത്സ്യങ്ങളാണെങ്കിലും എല്ലാം നമുക്ക് മറൈൻ ലൈഫ് ആണെങ്കിലും ഒരു ബ്ലാക്കിഷ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിലാണ് നമുക്ക് സാധാരണ കാണാൻ പറ്റുക. സോ നമുക്കിപ്പോൾ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിയിൽ പ്രത്യേകിച്ച് നമുക്ക് ലൈറ്റ്സ് യൂസ് ചെയ്യാം, ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാം. സോ അത് വെച്ചിട്ട് നമുക്ക് അതായത് ജീവികളുടെ അല്ലെങ്കിൽ മറൈൻ ലൈഫിൻ്റെ എക്സാക്റ്റ് കളറിലുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. സോ നമ്മൾ സാധാരണ കണ്ണുകൊണ്ട് കാണുമ്പോൾ ചിലപ്പോൾ അത് കറുപ്പ് കളറിലായിരിക്കും കാണുന്നത്. പക്ഷേ ക്യാമറയിൽ നമ്മൾ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ വളരെ കളർഫുൾ ആയിരിക്കും. സോ ഈ കാര്യങ്ങളെല്ലാം ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ മറ്റുള്ളവർക്കും അതെല്ലാം കാണാനായിട്ടൊരു അവസരം എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമായിരിക്കില്ല ചിലപ്പോൾ. സോ കാണാൻ, ഫോട്ടോസ് എടുക്കുക, മറ്റുള്ളവർക്ക് കാണാൻ പറ്റുക, അതെല്ലാം തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കടലില്ലാത്ത നാട്ടിൽ നിന്ന് വന്ന് കടൽ സ്വന്തമാക്കിയ ലിയോണ ഇനിയും കൂടുതൽ മറൈൻ വേൾഡുകൾ എക്സ്പ്ലോർ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു.